നമസ്കാരം. തിരൂരിന് മാധുര്യത്തിന്റെ പുതിയൊരു കലവറയൊരുക്കി ലീ ചോക്കോ 916 പാൻ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലീ ചോക്കോ 916 പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ തിരൂരിന് സമർപ്പിച്ചു. കുറുക്കുളി മൊയ്തീൻ MLA, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ്, നഗരസഭാ വാർഡ് മെമ്പർ TP സതീശൻ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ഭവ, സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, സൈനുൽ ആബിദീൻ ഹുദവി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഉദ്ഘാടന ചടങ്ങ് പ്രൗഢഗംഭീരമായി. പ്രശസ്ത ഗായകൻ സലീം കോടത്തൂർ മുഖ്യാതിഥിയായി. ബർത്ത്ഡേ, ആനിവേഴ്സറി, പാർട്ടി പരിപാടികൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ കേക്ക്, ചോക്ലേറ്റ്, വിവിധയിനം ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവയുടെ വൻ ശേഖരം ഒരുക്കിക്കൊണ്ടാണ് ലീ ചോക്കോ 916 തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ലീ ചോക്കോ 916 ചോക്ലേറ്റ് ഫാക്ടറി ഒരു കൂട്ടം പ്രവാസികളുടെ ഡ്രീം പ്രൊജക്റ്റാണ്. ഇതിൻ്റെ 4ാമത്തെ ഷോറൂം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇനി 5ാമത് ഷോറൂം ജസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് അതിനുശേഷം ഏതാനും ആഴ്ചകൾക്കകം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. മറ്റൊരു പ്രൊജക്റ്റായിട്ടുള്ള ഞങ്ങളുടെ ഫാക്ടറി വിപുലമായിട്ട് മിനി ഊട്ടിയിൽ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റ് വർക്ക് നടക്കുന്നു. ഒരു കൂട്ടം പ്രവാസികളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്നുള്ള നിലക്ക് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടി വരുന്നുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ അധികാരികളിൽ നിന്നും, അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും നല്ല റെസ്പോണ്ടാണ് വരുന്നത്. ഞങ്ങൾ ഒരു വർഷം മുമ്പാണ് ഞങ്ങളൊരു ഫസ്റ്റ് ബ്രാഞ്ച് രാമനാട്ടുകര, മറ്റന്നാളാണ് അതിൻ്റെ ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ 4 ബ്രാഞ്ച് എന്നുള്ള ആൾക്കാർ സക്സസ് എന്നുള്ള ആൾക്കാർ കോൺഫിഡൻ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 2 വർഷം 2025 ഞങ്ങൾ മിനി ഊട്ടിയിൽ ഞങ്ങളൊരു വലിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. ചോക്ലേറ്റ് ഫാക്ടറി വിത്ത് ഒരു സ്കൂൾ, ഒരു എന്താ പറയുക, യൂണിവേഴ്സിറ്റി സെറ്റപ്പായിട്ട് കുട്ടികൾക്കൊക്കെ വന്നിട്ട് കാണാൻ പറ്റുന്ന രീതിയിലും അങ്ങനത്തെ ഒരു സെറ്റപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടാകട്ടെ. നമ്മൾ നേരത്തെ റീഗൽ മാർട്ട് സൂപ്പർ മാർക്കറ്റായിട്ട് നടത്തിയിരുന്ന സ്ഥാപനമാണ്. അവിടെയാണ് നമ്മളിത് ഈ സ്ഥാപനം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ നമ്മളോട് സഹകരിച്ചിരുന്ന, സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ സമീപത്തുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും തുടർന്നും ഈ പദ്ധതിയിലേക്ക് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. വട്ടം ന്യൂസ്, തിരൂർ.